പ്രത്യേകമായും SSLC, +1, +2 ഡിഗ്രികളൊക്കെ എഴുതുന്ന സമയമാണ്. കുട്ടികളൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറയും. ഫുൾ A+ കിട്ടാൻ വേണ്ടി ദ്വാരക്കണം ഉസ്താദേ. ഫുൾ A+ കിട്ടിയത് കൊണ്ട് കാര്യമായില്ല. വേണ്ടത് കുരുത്തവും പൊരുത്തത്തിൽ A+ കിട്ടണം. ബാപ്പന്റെയും ഉസ്താദുമാരുടെയും ഗുരുനാഥന്മാരുടെയും അവരുടെ പൊരുത്തം വാങ്ങണം. നമ്മളെ പഠിപ്പിച്ച ഒരു അധ്യാപകനെ കാണുമ്പോൾ അത് ആരാവട്ടെ, മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ ആരാവട്ടെ, അവരെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കണം. എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തന്ന അക്ഷരം പഠിപ്പിക്കുന്ന ഒരു മാഷുണ്ട്, ആൻഡ്രൂസ് മാഷ്. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിനെ കണ്ടപ്പോൾ വാഹനം നിർത്തി അദ്ദേഹത്തിനോട് വാഹനത്തിൽ കയറാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ പഠിപ്പിച്ച സാറാണ്, അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ നിങ്ങൾ റോട്ടിൽ നിന്നോട് കയറാൻ പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷം. എത്ര ആളെന്നെ പഠിപ്പിച്ചൊരു പൂണ്ടോടെ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. നിങ്ങൾ ഈ തലപ്പാവ് വെച്ചുകൊണ്ട് എന്നെ പരിഗണിച്ചല്ലോ, അവരുടെ പൊരുത്തം നമ്മൾ വാങ്ങണം. പൊരുത്തമാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഈ സദസ്സിൽ വരുമ്പോഴും ഈ സദസ്സിന്റെ പൊരുത്തം നമുക്ക് വാങ്ങണം. പൊരുത്തം കിട്ടാത്തവരായി മാറരുത്. ഒരാള് ഞാൻ ഗൾഫിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് നിങ്ങൾ ഒരു ജോലി വാങ്ങിത്തരണം. അത് ബില്ലാദൻ കമ്പനി ക്ലോക്ക് ടവർ മുതൽ, അതല്ലെങ്കിൽ ജിദ്ദയിലുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ, വലിയ വലിയ പാലങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കിയ വലിയ കമ്പനിയാണ് ബില്ലാദൻ കമ്പനി. അതിലൊരു ജോലി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പരിചയമുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇദ്ദേഹത്തിന്റെ CV കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, ബയോഡാറ്റ. അതിൽ ധാരാളം കമ്പനിയിൽ ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഉടനെ മാനേജർ കണ്ടപ്പോൾ മാഷാ അല്ലാഹ്, ഒരുപാട് കമ്പനിയിലെ പ്രാക്ടിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഓനെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് ജോലിയിൽ കയറി. അവന്റെ ശമ്പളം എത്രയാ? സ്റ്റാർട്ടിംഗ് ശമ്പളം 8,000 റിയാൽ. 8,000 റിയാൽ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയോളായി. പിന്നെ റൂമിന് 1,500 റിയാൽ റൂമിന് ശമ്പളം, റൂമിന് കൊടുക്കും. 100 റിയാലിന്റെ റൂമിലാ നിൽക്കുക, മൂട്ടുള്ള റൂമിൽ. ബാക്കി 1,400 പോക്കറ്റിലുണ്ട്. ഇവിടെ പെരിഞ്ചാറ്റിൽ വന്നിട്ട് കുറെ സ്ഥലമൊക്കെ വാങ്ങാലോ നിർത്തിയിട്ട് ജിദ്ദയിൽ മൂട്ടുള്ള റൂമെല്ലാം ഉണ്ട്. ആണ് 100 റിയാൽ കൊടുത്താൽ അവര് ടിക്കറ്റും റീ എൻട്രി ഒന്നുമില്ല, നാട്ടിൽ പോരും. തിരിച്ചാ പെട്ടിയിൽ വീണ്ടും തിരിച്ചങ്ങോട്ടേ പോകും. ആ ടീമാണോ? ഒരു കൊല്ലമാകുമ്പോ 15 ദിവസത്തെ ലീവ് സാലറി, കോഴിക്കോട് ഇറങ്ങി നാട്ടിലേക്ക് എത്താനുള്ള ടാക്സിയുടെ കൂലി, തിരിച്ചു പോകാനുള്ള ടാക്സിയുടെ കൂലി, ഫ്ലൈറ്റിന്റെ ചാർജ്. 15 ദിവസത്തിന്റെ ഇടയിൽ പനി വന്നാൽ പാരസെറ്റാമോൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബില്ല് വരെ കമ്പനി കൊടുക്കും. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ കമ്പനി കിട്ടിയാൽ അങ്ങനെ 2 ലക്ഷം ഉറുപ്പിക ശമ്പളമുണ്ട് ഇവന്. ഞാൻ പിന്നെ ഒരു തവണ കണ്ടപ്പോ ഞാൻ ഓനോട് ചോദിച്ചു, ഞാൻ എല്ലാ മദ്രസക്കും പൈസ അമ്പാവൻ അവരോട് വാങ്ങാൻ കരുതിയിട്ടാണ് ചോദിച്ചത്. അപ്പൊ ആ ജോലിയൊക്കെ റാത്തായിട്ട് പോകണല്ലോ ചോദിച്ചു. അല്ല ഉസ്താദേ, ഞാൻ അവിടുന്ന് ഇറങ്ങിക്കണതാണ്. അതെന്തി ഇറങ്ങി? ഞാൻ അവിടെ 26 ദിവസമേ നിന്നിട്ടുള്ളൂ. 26 ദിവസം കൂടെ ഇറങ്ങിക്കണതാണ്. 1 മാസം കൂടി ഫുള്ളാക്കിയിട്ടില്ല. അതെന്ത് ചോദിച്ചു? അത് ശരിയാവില്ല.
ഈ ശരിയാവൂല പറയുന്ന ശൈത്താന്റെ വര. ചിലർക്ക് ഇങ്ങനെ ഇവിടെ കുത്തിരിക്കുമ്പോൾ തോന്നുന്നു അവിടെ ആ റോഡ് സൈഡിൽ നിന്നാതെ കുഴപ്പമില്ല. റോഡ് സൈഡിൽ നിന്നവർക്ക് ഇങ്ങനെ തോന്നുന്നു അവിടെ കസാലി പോയായിരുന്ന കുഴപ്പമില്ല. രണ്ടിടത്തും ഇല്ലാത്തത് ആ ചോറിൻ്റെ അടുത്ത് വെറുതെ ഇങ്ങനെ കറങ്ങി നടന്നാൽ തിരക്കിടില്ലാന്നോ. കീസാക്കിയ ചോറിനെ പിന്നെ അങ്ങോട്ടൊന്ന് വെച്ച് ഇങ്ങോട്ടൊന്ന് വെച്ച് ഇവിടെ അല്ല പറഞ്ഞേ, വേറെ കുറെ സ്ഥലത്തുണ്ടാകാം. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സമ്മ ഖൈറ് ദാക ഖൈറ് എന്നാണ് ആ ശൈത്താന്മാരുടെ പേര്. പേരുണ്ട്. അങ്ങനെ ഇവൻ 26 ദിവസമായപ്പോൾ അവന് തോന്നി ദാക ഖൈർ, അടുത്ത കമ്പനിയിലെ ഖൈർ. അവിടുന്ന് പോയി. അപ്പൊ അമ്മ മദ്രസക്ക് നമ്പാനാകാൻ പറ്റില്ല, കാരണം അച്ചങ്ങായി അവിടുന്ന് പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു 2 ലക്ഷം രൂപ മാസം കിട്ടിയിട്ട് ഈ അവിടുന്ന് പോന്നല്ലോ, എന്തോ ഒരു പ്രശ്നം എനക്കുണ്ട്. ഒന്നിരിക്കൽ മാതാപിതാക്കളെ വെറുപ്പിച്ചവനാണ്, ഇല്ലെങ്കിൽ അന്നെ പഠിപ്പിച്ച ഏതോ ഗുരുനാഥന്മാരെ വെറുപ്പിച്ചിട്ടുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കാറ്. അവൻ പറഞ്ഞില്ല ഉസ്താദേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒലക്ക മുണങ്ങിയിട്ട് സുന്നമാക്കി പിടിച്ചിട്ട് കാര്യമില്ല. ഒലക്കാരനെ തിരിയോ? എനിക്ക് തിരിയോ? അൽഫാമ തിരിയോ? വേണ്ട, റെഡി. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളെ മദ്രസയിലൊക്കെ സിലബസ് മാറ്റി. മത്തം കറി അസിലം കുത്തി. ഓനോട് പറഞ്ഞിട്ട് കാര്യം അവൻ തിരിയൂല. ബഷീർ കീസ് കീറി, കുനിയൻ അമ്മിയിൽ കീറി, മണ്ടൻ ഉണ്ട തിന്നു. വല്ലതും തിരിഞ്ഞാർക്ക് ഇല്ല. ഷവർമ നല്ല ടേസ്റ്റ് ഉണ്ട്, തിരിഞ്ഞോ? റെഡിയാ. ഓൽക്കെന്ത് കുനിയൻ, ഓൽക്കെന്ത് അമ്മി, ഓൽക്കെന്ത് കുന്താണി. ഞാൻ ചീത്ത അറിയില്ല കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഇത് സങ്കല്പിച്ചോ, ഒലക്ക തിരിയില്ലെങ്കിൽ ഈ മൈക്കന്റെ സ്റ്റാൻഡ് സുന്നമാക്കി എന്ന് പറഞ്ഞാൽ വയറ് നല്ല സ്വാദന കിട്ടാനുള്ള മരുന്ന. ഓപ്പറേറ്റർ നാളെ കുടിച്ച് രാവിലെ ഒഴിവുണ്ടാവും കുടിച്ചാൽ മതി, ഇല്ലെങ്കിൽ വൈകുന്നേരം മണിക്കോൻ പറ്റൂല. അപ്പൊ ഒരാൾ ഈ വയറ് കേട്ട് നല്ല വയറിന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മരുന്നാണ് സുന്നമാക്കി. അതുകൊണ്ട് ഈ മൈക്കന്റെ സ്റ്റാൻഡ് എടുത്തിട്ടാണ് വിഴുങ്ങിയിട്ട് സുന്നമാക്കി കുടിച്ചാൽ ദഹിക്കൂല. അതിന് മഞ്ചേരി മെഡിക്കൽ കോളേജിക്കോ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിക്കോ മേജർ ഓപ്പറേഷനാണ്. അതിന് സുന്നമാക്കി നിൽക്കൂല. എന്നതുപോലെ ഒരാള് വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തക്കേട് വാങ്ങി, തന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ പൊരുത്തക്കേട് വാങ്ങി, ഈ മജ്‌ലിസിന്റെ പൊരുത്തക്കേട് വാങ്ങി, എന്ത് അജ്മീർ ഉറൂസ്, എന്ത് ഹാജാ തങ്ങൾ എന്ന് ഒരാള് തോന്നിപ്പോയാൽ അവൻ പൊരുത്തക്കേട് വാങ്ങി. എന്ത് തങ്ങള്, എന്ത് മോലേര് എന്ന് ഒരാള് തോന്നിയാൽ അവന്റെ പൊരുത്തക്കേട് തുടങ്ങി. അതാണ് പൊരുത്തക്കേട് എന്ന് പറഞ്ഞ സാധനം. ആ ആളുകൾ ഇങ്ങനെ തിരിഞ്ഞു. ഇപ്പൊ ഞാൻ ദുബായിൽ പോയപ്പോ മർക്കസിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തപ്പോ ഒരാളെ കാണാൻ പോയപ്പോ അയാള് നല്ലൊരു ഭക്ഷണം കഴിക്കും ഉസ്താദേ, നമുക്ക് നല്ല ഒരു മീൻ ചുടണ സ്ഥലമുണ്ട്, അവിടേക്ക് പോവാണ്. നമുക്ക് അയാൾ മീൻ ചുട്ടാലില്ലെങ്കിലും വേണ്ടില്ല, നമ്മളെ പൈസ കിട്ടണം. ഇഫ്ദൽ ഖുർആൻ കോളേജ് ഉണ്ട്. അങ്ങനെ അദ്ദേഹം നല്ല ഭക്ഷണമൊക്കെ തന്നതിന് ശേഷം അവിടെ ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്ന ഒരു പണിക്കാരൻ വന്നിട്ട് ഞങ്ങൾ എത്തുന്നു പറഞ്ഞു, എനിക്കൊരു ജോലി വേണം. അപ്പൊ എനിക്കിപ്പോ ജോലി ഇല്ല ഇവിടെ, മീൻ ചുടണ പണി. അല്ല ഉസ്താദെ, ഞാൻ ഇപ്പൊ PG ഒക്കെ കഴിഞ്ഞു പോന്നാണ്, അപ്പോ എനിക്കിപ്പോ കിട്ടിയ പണി ഇതാണ്. അപ്പൊ ഞാൻ മനസ്സിൽ കരുതി എന്തോ ഉടായ്പ ചെയ്തിട്ടുണ്ട്. മീൻ ചൂടാൻ PGന്റെ ആവശ്യമുണ്ടോ? ചില ബൂഫിയിൽ ചെന്നാൽ കാണാൻ കഴിയും, B.Ed കഴിഞ്ഞ ആളുകൾ ആംപ്ലേറ്റ് അടിച്ചാൽ B.Edന്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ഒലക്ക മുണങ്ങിയിട്ട് സുന്നമാക്കി കുടിച്ചാൽ ദഹിക്കൂല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പൊരുത്തക്കേട് വാങ്ങാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ
ഉറൂസ് മുബാറക്കിൽ നമ്മൾ ഒരുമിച്ച് കൂടി ഈ മജ്ലിസിന് വലിയ മഹാത്മ്യമുണ്ട്. ഇത് ഇജാബത്തുള്ള മജ്ലിസാണ്. ചെറിയ കുഞ്ഞുമക്കൾ ഈ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. അവർ ആമീൻ പറയാനുള്ള ആളുകളാണ്. അവരെ മനസ്സിൽ ഒരു കുസുമ്പുമില്ല, ഒരു കുയുന്തുമില്ല. അവരുടെ ഖൽബ് വളരെ ക്ലിയറാണ്. അവരാമീൻ പറയും. അവർക്ക് ഇപ്പോൾ 5 റുപ്യൻ്റെ ഐസ്ക്രീം കിട്ടിയ ഓരോ പ്രശ്നം തീർന്നു. ഈ ഭൂമി എടുക്കണം എന്ന് പോലെ ആഗ്രഹമല്ല. ഞാൻ എനിക്കിങ്ങനെ തോന്നി നമുക്ക് മദ്രസക്ക് വേണ്ടി ഈ ഭൂമി വാങ്ങണം. ഓൽക്ക് പാവം തോന്നുന്നു. കാരണം ഓൽക്ക് അത്ര ആവശ്യമുള്ളൂ. ഇങ്ങനെ കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. പ്രായം ചെന്ന ആളുകളുണ്ട്. അവരാമീൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ നാട്ടിൽ വല്ലാതെ പിത്തന കാട്ടുന്ന ആള് നോക്കിയാൽ ഓന്റെ ബാക്ക് പോയാൽ ഓന് കുരുത്തക്കേട് വാങ്ങിയിട്ടുണ്ടോ? ചില ഓപ്പറേറ്റർമാർ കുരുത്തക്കേട് വാങ്ങിയിട്ടുണ്ടോ? അതിനെ പറ്റിയല്ലോ പറഞ്ഞേ. അത് മോണിറ്റർ നന്നാക്കണം എന്നാ പറഞ്ഞേ. ഇല്ലേ കുരുത്തക്കേട് കിട്ടും. അപ്പൊ നല്ല പൊരുത്തം വാങ്ങണം. അപ്പൊ A+ കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഈ കഥ മാനന്തവാടി ബട്ടർകുന്ന് ഞാൻ മദ്രസ ഉണ്ടാക്കി. അതിന്റെ ഉള്ളില് ബട്ടർകുന്ന് മാനന്തവാടി അവിടെ മദ്രസിന്റെ മുകളിൽ ചോന്ന് പച്ച ഇലകളെ മൊത്തമുള്ള ഒരു കുഴി, ഒരു മുകളിൽ മൊത്തം മലയാണ്, നടുക്കാണ്. ഗരീബ് നവാസ് ചോന്ത ബോർഡ് എഴുതിച്ചു. ഞാൻ അവിടെ എവിടുന്ന് കണ്ടാലും അത് കാണും. ഇന്നലെ ഞാൻ അവിടെ പോയപ്പോൾ അവിടെയും ഒരു ചോന്ത ബോർഡ് വെക്കണമെന്ന് ഗരീബ് നവാസ്. ഇവിടെ നമ്മളെ മദ്രസിന്റെ മുകളിൽ ബോർഡ് വെക്കണം. എല്ലായിടത്തും കാണും. രാത്രി ലേറ്റ് ഇടണം. ഈ കഥ ഞാൻ അവിടുന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ ഓടി വരുമ്പോൾ എന്റെ കാറിന്റെ മുമ്പിൽ ഒരു ബൈക്കുകാരൻ ഓടിയെത്തി. എന്റെ വണ്ടി വിലം കിട്ടും. ഞാൻ കരുതി എന്നെ ശരിയാക്കാൻ വരാം. ഉടനെ ഗ്ലാസ് തട്ടി. ഞാൻ ഗ്ലാസ് ബിസ്മിയും ചൊല്ലി താഴ്ത്തി. എന്നോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ ആ കഥ പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പൊരുത്തക്കേടിന്റെ കഥ ഞാൻ പറഞ്ഞപ്പോൾ ആ പൊരുത്തക്കേടിന്റെ കഥയിൽ ഒരാളെ ഞാൻ പ്രതിവാദിച്ചു. ആ നേരത്തെ സൂചിപ്പിച്ച കൂട്ടുകാരനെ ജോലി വേണമെന്ന് പറഞ്ഞപ്പോൾ ജോലി കൊടുത്തു. 8000 റിയാൽ ശമ്പളമുണ്ട്. എല്ലാമുള്ള ഒരാൾ 26 ദിവസമായപ്പോൾ ജോലിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു, എന്തോ ഒരു പൊരുത്തക്കേട് നീ വാങ്ങിയിട്ടുണ്ട്. എന്താ പൊരുത്തക്കേട്? പിന്നീട് ആലോചിച്ചിട്ട് അവൻ പറഞ്ഞു, ഞാൻ SSLC-യിൽ പഠിക്കുമ്പോൾ ഒരു സെൻഡ് ഓഫ് നടത്താറുണ്ട്. SSLC സെൻഡ് ഓഫ് കഴിഞ്ഞ് ലാസ്റ്റ് സബ്ജക്ട് എക്സാം കഴിഞ്ഞ് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ പരീക്ഷാ ഹാളിലുള്ള കുട്ടിയെ, ആ ടീച്ചറെ ഞാൻ കല്ലെടുത്തെറിഞ്ഞിരുന്നു. ഇതാണ് സെൻഡ് ഓഫ്. ഇനി നമ്മളെ കുട്ടികളെ സെൻഡ് ഓഫ് അടയ്ക്കാം. തണുപ്പിന് വെച്ച് പിടിക്കപ്പെട്ട മരം ഉണ്ടെങ്കിൽ അത് കേടുവരുത്തുക. ബാത്റൂമിൽ ഏതെങ്കിലും പൈപ്പിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ പുളക്കമ്പ് കയറ്റുക. ഈ 2 നിങ്ങൾ ചെയ്യണത് എനിക്ക് പറഞ്ഞാൽ മറ്റൊന്ന് പറയാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് കേസ്. ഇതാണ് സെൻഡ് ഓഫ്. ആ കൂട്ടത്തിൽ ഇവൻ ചെയ്തത്, ആ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന ടീച്ചറെ ഞങ്ങൾ കല്ലെടുത്തെറിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏത് കല്ലുണ്ട? വെട്ടുകല്ലുകൊണ്ടിട്ട് എറിഞ്ഞ്? പെരുന്താറ്റിലെ കല്ലുകൊണ്ടാ? അല്ല ഉസ്താദ്, എറിഞ്ഞത് ഞാൻ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ 8 ആളുകളെ ലൈൻ നിന്നിട്ടാ എറിഞ്ഞത്. അതെന്തിനാണ് 8 ആളുകൾ? ടീച്ചർ തിരിഞ്ഞു നോക്കുമ്പോ 8 ആളെ കാണുമ്പോ ആരാ എറിഞ്ഞത് തിരിയില്ലല്ലോ. അതിനാ ഞങ്ങൾ കൂടി നിന്നത്. അപ്പൊ ഞങ്ങളെ മുമ്പ് തിരിഞ്ഞിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാൽ ഞാൻ ഇമാമ, നിങ്ങളൊക്കെ മൗമൂമ. അപ്പൊ ഇമാമിന് ഒരാൾ കല്ലെടുത്തെറിഞ്ഞ് എങ്ങനെ ഉണ്ടാവും? ഏത് മൗമൂമ അറിയോ? വേഗം കിട്ടിയ ഏറും കൊണ്ട് വേഗം പോകും. ബിസ്മില്ലാ. അതിനാണ് പള്ളിയിൽ അവ്വൽ സഫിൽ വലത്ത് ഭാഗത്തും ഇടത്ത് ഭാഗത്തും ഓരോ വാതിലുണ്ടാവും. സ്മാർട്ട് മൗമൂമിങ്ങളിൽ നിന്ന് ഏറ് കിട്ടിയാൽ പോകാനുള്ള വാതിലാണ്. അതുകൊണ്ട് ഏത് മൂല്യന്മാരും ഏത് പള്ളിയിൽ ചെന്നാലും 1ാമത്തെ സഫിൽ വാതിലെങ്കിൽ ആദ്യത്തെ പിരിവൈന് പിരിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട്. ചില കാനൂനുണ്ട്. അല്ലാത്തവർക്കാണ് ഏറ് കിട്ടുക. ഓപ്പറേറ്റർമാരിയ്ക്കുമ്പോ സൈഡിലിരിക്കണം.
ഇവിടെ സാധനം കൊണ്ടെന്ന് വെച്ചാൽ ഈ ചങ്ങായിമാരിഞ്ഞ് വരുമ്പോ ഒന്നായിട്ട് ചവിട്ടി കിടരുത്. എപ്പിസ് എപ്പോഴും പറയും, എടാ മുമ്പിൽ വെക്കാൻ പാടില്ല. അതൊക്കെ മുമ്പിൽ വെച്ച ആളുകള് ബക്കറ്റിൽ പൈസ ഇട്ട് തരാൻ വേണ്ടി കയ്യിൽ പൈസ കൊണ്ടുവരുമ്പോ ഈ ആളുകൾക്ക് ഇവിടെ തിരക്കുണ്ടാക്കും. അപ്പൊ എന്റെ സാധനമൊക്കെ ചവിട്ടി പൊട്ടിച്ചു. അതുകൊണ്ട് സൈഡിൽ വെക്കണം. കുറച്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ നടക്കുക. ഓരോന്നിനും ഓരോ സംഗതി ഉണ്ട്. അപ്പൊ ഇവൻ ചെയ്താമല. എന്നിട്ട് ടീച്ചർ എന്ത് ചെയ്ത്? ടീച്ചർ ഒന്നും ചെയ്തില്ല. ടീച്ചർ ഒരു 5 മിനിറ്റ് നേരം ഞങ്ങളെ മുഖത്തേക്ക് നോക്കിയാർ. അതാണ് കുരുത്തക്കേട്. തല്ലിയിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല, ശകാരിച്ചിട്ടില്ല, ഒന്നുമില്ല. ഇതാണ് ഒരൊറ്റ നോട്ടം, അത് പൊരുത്തക്കേടാണ്. ഈ കഥ ഞാൻ അവിടുന്ന് പ്രസംഗിച്ചപ്പോ എന്നെ വണ്ടി വലം കിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാനൊരു സംഗതി ചെയ്തിക്കണ. അത് എന്തു? അവരെ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന ടീച്ചർ നല്ലോം തല്ലും നല്ലോം പഠിപ്പിക്കും ചെയ്യും. അങ്ങനത്തെ ടീച്ചർ നല്ല വെള്ള ശാരി ഇട്ടിട്ടാണ് ടീച്ചർ വരുള്ളൂ. അങ്ങനെ ടീച്ചർ ഈ തല്ലിനോണ്ട് ടീച്ചറെ ഒന്ന് വഷളാക്കണമെന്ന് ബിക്കർസ് കുടിച്ച 2-3 തീരുമാനിച്ചു. നല്ല ചോന്ത മഷിക്കുപ്പി വാങ്ങിയിട്ട് ഈ ടീച്ചർ ഇരിക്കുന്ന കസാലന്റെ മുകളിൽ ഒഴിച്ചു വെച്ചു. ടീച്ചറെ ഹാജരെടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പം ടീച്ചറെ ഞാൻ ബാക്കി പറയണ്ടല്ലോ ഒക്കെ എന്തായി. അപ്പൊ എല്ലാരും ചിരിക്ക. ടീച്ചറെ സാരിയിലൊക്കെ മൊത്തം ചോര പോലെ ആയപ്പോൾ ഇത് കണ്ട് കുട്ടികൾ മുഴുവനും ചിരിക്കാൻ തുടങ്ങിയപ്പോൾ ടീച്ചറോട് കാര്യം പറയുന്നില്ല. ടീച്ചറെ മുഖത്ത് നോക്കി ചിരിക്കുന്നു. പിന്നീടാണ് ടീച്ചറോട് കാര്യം മനസ്സിലായപ്പോൾ ആ ക്ലാസ് റൂമിൽ നിന്ന് ടീച്ചർ വേദനയോടെ കൂടെ ഇറങ്ങിപ്പോയി. അത് ചെയ്ത ഫുലാന് മത്തിക്കച്ചവടപ്പോ. ആ ഫുലാനാണ് എന്റെ വണ്ടിക്ക് വന്നത്. ഇതിന് എന്താ പരിഹാരം? ഓൻ പറയാണ്, ഞാൻ മത്തിക്കച്ചവടം ചെയ്യാണ്. ഇപ്പോ B.Ed കഴിഞ്ഞ ആളോ മത്തിക്കച്ചവടം. അപ്പൊ ടീച്ചർ മീൻ വാങ്ങാൻ വരലുണ്ടോ എൻ്റെ അടുത്ത്? പക്ഷെ ടീച്ചറോട് പറയാൻ പറ്റില്ല. ഓനാണ് ഞാനാണ് ടീച്ചർ അത് കാട്ടിയത്. ഓ പറയാ, ഇതിന് എന്താണ് പറയുള്ളത്? പെരുന്താറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിക്കണമെങ്കിൽ കുറച്ച് താഴത്തേക്കാൾ ഇറങ്ങിയിട്ട് വന്നാൽ മതി. നാളെ ചാവക്കാട് പരിപാടി അവിടുന്ന് പറയും. അപ്പൊ ഓൺലൈനിൽ കേൾക്കാം ഇതിനെ പറ്റിയാ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് പൊരുത്തക്കേട് വലിയ പ്രശ്നം. അതുകൊണ്ട് A+ കിട്ടാനല്ല വരക്കാൻ പറയേണ്ടത്. നല്ല പൊരുത്തുള്ള മക്കളാണ്. ചില ഡോക്ടർമാരുണ്ടല്ലോ, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്ത കത്തിരിയൊക്കെ അത് പള്ളനുള്ളിൽ മറന്നിച്ചു പോയി. ഒരു മുട്ടുസൂചിയൊക്കെയാണ് നമുക്ക് പരിഹരിക്കാൻ. അത് കുരുത്തക്കേടുണ്ടാ. പഠിച്ചിന കാലത്ത് കുരുത്തക്കേടട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില ഡോക്ടർമാർ MBBS ഉണ്ടാവുള്ളൂ. ഓലിങ്ങനെ കൈ ഇങ്ങനെ തടഞ്ഞ അണ്ട് ചെയ്തോ ഓയിൽമെന്റ് റെഡി ചെയ്യുക. ഞമ്മക്ക് പിന്നെ അത് റെഡി ആണെങ്കിൽ 2 എക്സ്റേയും 4 ECGയും സ്കാനിങ് ഒക്കെ എടുക്കണം. അപ്പോഴേ എന്നിട്ട് ആ ഓയിൽമെന്റ് ചെയ്തെങ്കിലേ റെഡി ആവും. നല്ല ഡോക്ടർമാരുണ്ടാവും. ഉസ്മാൻ ഡോക്ടറാണ് ആളുടെ നിലമ്പൂര്. അയാൾ മരിച്ചു. പഴയ കാലത്ത് 20 റക്കഅത്തും പിന്നെ 8 റക്കഅത്തും സ്റ്റിച്ചിന്ന് തോന്നണേ. പറയണ്ട. അയാള് നല്ല ഡോക്ടറാ. അയാളെ ഒരു ദിവസം അയാൾ MBBS നല്ല ഡോക്ടറാ. ഒരാൾ എൻട്രിയും കുടിച്ചിട്ട് കൊടുത്തു. എൻട്രി ഈ മരുന്ന് പാടത്ത് മരുന്നടിച്ചതാണ്. അത് കുടിച്ചിട്ട് അപ്പൊ കാഷ്വാലിറ്റി ഒന്നുമില്ല. അക്കാണ്ട് അങ്ങനെ പരിശോധിച്ചാൽ നമ്മൾ അദ്രമ ഡോക്ടറായത് ഒറ്റ ഡോക്ടറെ പരിശോധിച്ചാൽ. അങ്ങനെ ഇയാളിങ്ങനെ പരിശോധിക്കുന്ന ഇടയിൽ ഈ എൻട്രിയും കുടിച്ചിട്ട് ഇയാളിങ്ങനെ അത്യാസന്ന നിലയിൽ വന്നപ്പോ ഇവിടെ ടോക്ക് എടുത്ത് കുത്തിരിക്കണമല്ലൊന്നുമില്ല. ഓല ഇടിച്ചന് കയറി. എന്താ വെച്ചു ഡോക്ടർ? ഇപ്പൊ എൻട്രിയും കുടിച്ചതാണ് സാറേ, വളരെ പ്രശ്നമാണ്. ഓൻ അവിടെ നിൽക്കട്ടെ. ഓ മരിച്ചാൻ വേണ്ടി കുടിച്ചതല്ലേ. ഇവരൊക്കെ ജീവിക്കണം എന്നുള്ള ഓലൊക്കെ ഞാൻ നോക്കട്ടെ ആദ്യം. ഇവരൊക്കെ ജീവിക്കണം എന്നുള്ള ആളുകളാണ്. അവിടെ ഓൽക്ക് ഞാൻ മരുന്ന് കൊടുക്കട്ടെ. ഓ മരിച്ചാൻ വേണ്ടി കുടിച്ചതല്ലേ, ഓ മരിച്ചോട്ടെ. ഞാനും അതിൽ പെട്ടേ. ഇന്റെ സിലബസോ അതാ. അപ്പൊ അതുകൊണ്ട് പൊരുത്തം വലിയ സംഭവം. ഇന്ന് ആദരവ് ആർക്കുമില്ല. ബാപ്പാനില്ല, ഉമ്മാനില്ല, ആരുമില്ല. ഒക്കെ കണക്കാ. അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആദരവാണ്. അത്
തഅദീമു മാ അല്ലമല്ലാഹ് വതഹ്കീറു മാ ഹഖറല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച വ്യക്തികൾ, ദിവസങ്ങൾ, മാസങ്ങൾ, സ്ഥലങ്ങൾ അതൊക്കെ ബഹുമാനിക്കണം.